എനിക്ക് ഏറ്റവും ഒരു ബഹുമാനം തോന്നിയുള്ളൊരു വ്യക്തിയുണ്ട്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ്റെ എംഡി റിയാസ് സാറ്. ഈ കഴിഞ്ഞ വുമൻസ് ഡേയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുണ്ട്. ഒരു നിത്യ എന്ന് പറഞ്ഞിട്ട് ലേഡിക്കാന്ന് തോന്നുന്നുണ്ട്. ജന്മന കേൾവി സംസാര ശേഷിയൊക്കെ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫാണ്. ആ കേൾവിയുടെ ഇതിന് വേണ്ട എക്യുപ്മെൻ്റൊക്കെ വെച്ച് കൊടുത്ത് ആ സ്റ്റാഫിന് വേണ്ട ആ സ്റ്റാഫിന് എന്താണ് വേണ്ടത് ആ വുമൻസ് ഡേക്ക് ആ എക്സ്പെൻസ് കമ്പനി അദ്ദേഹം ഇതാക്കി ചെലവ് ചെയ്തിട്ട് എക്യുപ്മെൻറ്റ് വെച്ച് കൊടുത്തത് ഭയങ്കര വൈറലൊക്കെ ആയിരുന്നത്. അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളുടെ റിക്വയർമെൻറ്റ് പേഴ്സണൽ ഫാമിലി അവരുടെ ഒരു എന്താണോ അത് ആൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അവരെ കണ്ടറിഞ്ഞിട്ട് സ്റ്റാഫിനെ ആൾ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടതുകൾ കൊടുക്കും. ചില കമ്പനികൾ ഔട്ട്സൈഡാണ് വലിയ ചാരിറ്റി ചെയ്യുക. പക്ഷേ ഈ റിയാസ് സാറ് പുള്ളി ചെയ്യുന്നത് അറ്റ്ലസ് ഗ്രൂപ്പിൻ്റെ എം ഡിയാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം സ്റ്റാഫുകളുടെ പോരായ്മകൾ നികത്തി അവർക്ക് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ചേർത്ത് നിർത്തുക. ശരിക്കും അതല്ല ഒരു കമ്പനിയുടെ എം ഡി ചെയ്യേണ്ടത്. ഒരു കമ്പനി എപ്പോഴും വളരുന്നത് ആ സ്റ്റാഫിൻ്റെ ഹാർഡ് വർക്കിലാണ്. അപ്പോൾ ആ ഹാർഡ് വർക്കിനെ സ്റ്റാഫിൻ്റെ പോരായ്മകൾ അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ വീടില്ലാത്തവരുണ്ടാവും. അല്ലെ ഒരു കമ്പനി എത്ര നാളുണ്ടോ ആ കമ്പനിക്കൊപ്പം ആ കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം അവരുടെ ലൈഫ് മുഴുവൻ സ്പെൻഡ് ചെയ്യുന്ന കമ്പനിയില്ല. അവരുടെ പ്രശ്നങ്ങളെല്ലാം നികത്തുന്നുണ്ട്. അതാണ് അദ്ദേഹം ചെയ്ത് കൊടുക്കുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വന്തം സ്വന്തം കുടുംബത്തിലെ പ്രശ്നം നികത്തിയില്ല നാട്ടിലെ പ്രശ്നം നികത്താൻ പാടുള്ളൂ. ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് മാറ്റി കൊടുത്തിട്ടാണ് അദ്ദേഹം പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ശരിക്കും ആദ്യം ചെയ്യേണ്ടത്. അത് വലിയൊരു മെസ്സേജാണ് ആൾ കൊടുക്കുന്നത്. അല്ല ചില കമ്പനികളുണ്ട് പുറത്ത് ഭയങ്കര ചാരിറ്റിയാണ്, സ്വന്തം സ്റ്റാഫുകളെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. പക്ഷെ ഈ പുള്ളി ഭയങ്കര ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ റിയാസ് സാറിനെ. ഭയങ്കര ഒരു ചെറുപ്പമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒരു വീഡിയോ ചെയ്യണം എനിക്ക് മുമ്പ് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊന്നുമില്ല, സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ ജസ്റ്റ് വിഷ് ചെയ്തപ്പോൾ ആളുടെ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതാണ് ഒരു റിയൽ ഹ്യൂമൻ ബീങ്.